It's me Shilpa with Tale of Talks. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹിന്ദി ഫിലിമിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു വീട്ടമ്മയുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് സവി. അഭിനയ് ഡിയോ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഫിലിമാണ്. വിശേഷ് ഫിലിംസും TCD ഫിലിംസുമാണ് പ്രൊഡ്യൂസേഴ്സ്. അനിൽ കപൂർ, ദിവ്യ കോസ്ല, ഹർഷവർദ്ധൻ എന്നിവരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഹർഷവർദ്ധനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ സനം തേരി കസൻ ഫിലിമില്ലേ, അതിലെ ആക്ടർ. 2008 ഇറങ്ങിയിട്ടുള്ള എനിത്തിങ് ഫോർ ഹെർ എന്ന് പറയുന്ന ഫ്രഞ്ച് ഫിലിമിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് സവി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുള്ളത്. എനിത്തിങ് ഫോർ ഹെറിന്റെ റീമേക്ക് ആയിട്ട് 2010 ഹോളിവുഡിലും ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ദ നെക്സ്റ്റ് 3 ഡേയ്സ് വിത്ത് റൂസൽ ക്രൗസ് എന്നാണ് ആ ഫിലിമിന്റെ പേര്. നമ്മുടെ ഹിസ്റ്ററീസിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള സാവിത്രി ആൻഡ് സത്യവാൻ എന്ന് പറയുന്ന കഥയെ ആസ്പദമാക്കിയിട്ടാണ് അവർ ഈ ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. എനിത്തിങ് ഫോർ ഹെർ എന്ന് പറയുന്ന ഫ്രഞ്ച് ഫിലിമിൽ ശരിക്കും മെയിൻ റോളിൽ ലീഡ് ചെയ്യുന്നത് ഒരു പുരുഷനാണ്. പക്ഷെ സാവി എന്ന് പറയുന്ന ഫിലിമിൽ വുമൺ ആണ് ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും പവർഫുൾ ആണ് എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നതാണോ എന്നൊന്നും അറിയില്ല. ഒട്ടും ബോറടിപ്പിക്കാണ്ട് നമുക്ക് ഭയങ്കര ത്രില്ലിങ്ങോടെ കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ താമസിക്കുന്ന സാധാരണക്കാരായ ഒരു ഇന്ത്യൻ കപ്പിൾ, അവരുടെ ഫാമിലിയിൽ നടക്കുന്ന ഒരു കഥയാണിത്. സാവിയുടെ ഹസ്ബൻഡ്, അതായത് നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെ ഹസ്ബൻഡ്, പുള്ളിക്കാരുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ ബോസിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോവാണ്. ഇതിലെ സാക്ഷികളും തെളിവുകളും ഒക്കെ ഇദ്ദേഹത്തിനെതിരാണ്. അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് തുടക്കത്തിൽ ഭയങ്കര സൈലന്റ് ആയിട്ട് ഭർത്താവിന് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടും എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പാവം വീട്ടമ്മയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി കഥയ്ക്ക് ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് സാവിത്രി എന്ന് പറയുന്ന സവിയുടെ പേഴ്സണാലിറ്റി പതുക്കെ മാറാൻ തുടങ്ങുന്നത്. സാവിത്രിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് അനിൽ കപൂറിൻ്റെത്. നമ്മുടെ ഫാമിലി ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏതൊരറ്റം വരെയും നമ്മൾ തയ്യാറാണ് അല്ലേ? അത് തന്നെയാണ് ഈ ഒരു ഫിലിമിലും കൂടി പ്രൂവ് ചെയ്യുന്നത്. തൻ്റെ ഭർത്താവ് കുറ്റക്കാരനല്ല എന്ന് തനിക്ക് നല്ല ഉറപ്പുണ്ട്. മറ്റാരെയും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. തൻ്റെ ഹസ്ബൻഡും തൻ്റെ കുട്ടിയും താനും ഒന്നിച്ചുള്ള ഒരു ജീവിതം, അത് മാത്രമേ സവിക്കുള്ളൂ. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നും തന്നെ സവിക്കില്ല. സവിയുടെ ലോകമെന്ന് പറയുന്നതേ ഭർത്താവും കുഞ്ഞും അച്ഛനുമാണ്. ഇവരടങ്ങുന്ന ഈ ഒരു കുഞ്ഞു ലോകം നശിപ്പിക്കാൻ വേറെ ആരെയും സവി അനുവദിക്കില്ല. ഇതാണ് ഈ ഒരു കഥയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ലൊരു ഫിലിമാണ്, നല്ല സ്റ്റോറിയാണ്, നല്ലൊരു ത്രെഡാണ്. എന്തായാലും എനിക്ക് ഈ ഒരു ഫിലിം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. അതുവരേക്കും ഇറ്റ്സ് മീ ശില്പ സൈനിങ് ഓഫ് ഫ്രം ടെയിൽ ഓഫ് ടോക്സ്. ബൈ.